മാധവിക്കുട്ടിയുടെ ചന്ദനമരങ്ങൾ. വില 25 രൂപ. പേജുകളുടെ എണ്ണം 48. ഇപ്പോഴത്തെ വില 80 രൂപ. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ പ്രണയിക്കുക. ചിലർക്ക് കല്ലുകടിയാണെങ്കിലും നമ്മൾ പതുക്കെ പതുക്കെ അതിനെ അംഗീകരിക്കാനും മനസ്സിലാക്കാനുമൊക്കെ ശ്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ മാനസിക രോഗമായിട്ടും പാപമായിട്ടും മാത്രം ഇത്തരം പ്രണയബന്ധങ്ങളെ ഒരു കാലഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിലാണ് ചില ജാലകങ്ങൾ തള്ളി തുറക്കുന്നത്. ആ ജാലകത്തിലൂടെ ചന്ദനത്തിൻ്റെ സുഗന്ധം ആകമാകെ പരന്നു. അവിടെയാണ് കല്യാണിക്കുട്ടിയുടെയും ഡോക്ടർ ഷീലയുടെയും തീവ്രമായ ആത്മബന്ധത്തിൻ്റെ കഥ പറയുന്നത്. പഠനകാലത്ത് തന്നെ കല്യാണിക്കുട്ടിയും ഷീലയും തമ്മിൽ പ്രണയത്തിലാകുന്നു. ആ ആത്മബന്ധം വളർന്നു തുടങ്ങവേ ഷീലയുടെ വിവാഹം വീട്ടിൽ നിശ്ചയിക്കപ്പെടുന്നു. ഷീലയുടെ വിവാഹത്തോടുകൂടി ആ ആത്മബന്ധം മുറിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് കല്യാണിക്കുട്ടിയും വിവാഹിതയാകുന്നു. സുധാരണമായിട്ടുള്ള ബന്ധം തനിക്ക് തുടരാനാകില്ല എന്ന് മനസ്സിലാക്കിയ കല്യാണിക്കുട്ടി ആ വിവാഹ ദാമ്പത്യ ബന്ധം പൊട്ടിച്ചെറിയുന്നു. എന്നാൽ ദിനംപ്രതി വിരസമായി മാറുന്ന തൻ്റെ ദാമ്പത്യ ജീവിതം സമൂഹത്തിന് വേണ്ടി ജീവിച്ചു തീർക്കാൻ ഡോക്ടർ ഷീല തയ്യാറാകുന്നു. രണ്ടുപേരും വേറിട്ട ജീവിതം നയിക്കുമ്പോഴും അവർക്ക് വേണ്ടത് ഒന്നിച്ചുള്ള മനോഹരമായ നിമിഷങ്ങളാണെന്ന് കല്യാണിക്കുട്ടി അംഗീകരിക്കുമ്പോൾ ഷീല അത് തിരിച്ചറിയുമ്പോഴും അത് തുറന്നു സമ്മതിക്കാൻ ഷീലയ്ക്ക് കഴിയുന്നില്ല. നിന്റെ ഉള്ളു ചികഞ്ഞ് നിന്റെ രഹസ്യങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുന്നത് കൊണ്ടാണോ നിന്റെ കണ്ണിൽ ഞാനൊരു ദുഷ്ടജീവിയായത്? നീ ആരാണെന്ന് എനിക്കറിയാം, എനിക്കറിയാമെന്ന് നിനക്കറിയാം, എനിക്കറിയാമെന്ന് നിനക്കറിയാമെന്ന് എനിക്കറിയാം. ഈ ബുക്ക് ആദ്യം വായിക്കുമ്പോൾ ഡോക്ടർ കല്യാണിക്കുട്ടിയും ഡോക്ടർ ഷീലയും തമ്മിൽ എന്ത് ആത്മബന്ധമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ പ്രണയിക്കുക എന്നും ഒരു പുരുഷന് മറ്റൊരു പുരുഷനെ പ്രണയിക്കാമെന്നും ഞാൻ മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ്. അതിനുശേഷം ഈ ബുക്ക് വായിച്ചപ്പോൾ മാത്രമാണ് ഡോക്ടർ ഷീലയും ഡോക്ടർ കല്യാണിക്കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് വായിച്ചു തീരാവുന്ന ബുക്കാണ് മാധവിക്കുട്ടിയുടെ ചന്ദനമരങ്ങൾ. ഞാൻ ഈ ബുക്കിനെ പറ്റി ഒരു ഷോർട്ട് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വന്നിട്ടുള്ളെങ്കിൽ പോലും അയ്യേ എന്നതായിരുന്നു. ഇതെന്താണ് ഇത്ര അയ്യേ? പ്രണയം എന്ന് നമ്മൾ പവിത്രമായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. സ്ത്രീ പുരുഷന്മാർക്ക് മാത്രമേ തമ്മിൽ പ്രണയമാകാവൂ എന്ന നിബന്ധനകൾ വല്ലതും ഉണ്ടോ? പ്രണയിക്കാൻ കഴിയുന്നവർ തമ്മിൽ പ്രണയിക്കട്ടെ.